ത്രിവേണി സംഗമം നാഗരുടെ കയ്യിലാണ്, നാഗന്മാരുടെ കയ്യിലായി. ആ നാഗന്മാർ അവിടെ നിന്ന് മഹാരാഷ്ട്രയിൽ വന്ന് നാഗ്പൂർ ഉണ്ടാക്കി, മധ്യപ്രദേശിൽ വന്ന് പ്രസിദ്ധമായ ഒരു ക്ഷേത്രങ്ങളുണ്ടാക്കി. ആ നാഗരുടെ പ്രസിദ്ധരായ ഒരു ആൾക്കാർ മൗര്യ രാജവംശത്തിലെ സേനാനായകനായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ BC 300 ഭരണം രാജിവെച്ച ശേഷം അദ്ദേഹം കർണാടകയിലെ ചന്ദ്രഗിരിയിലേക്ക് എത്തിച്ചേർന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ താമസിച്ചിട്ടാണ് ചന്ദ്രഗിരി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന ശ്രാവണ ബലോകള എന്നാണ്. അവിടുന്ന് ഈ നാഗർ കേരളത്തിലേക്ക് വന്നു. AD 2-ാം നൂറ്റാണ്ടോടുകൂടി ആ നാഗർ കേരളത്തിലെത്തിയപ്പോൾ നമ്മളവരെ നായർ എന്ന് വിളിച്ചു. നാഗരാണ് നായരായി മാറുന്നത്. തമിഴ്നാട്ടിൽ അവർ നാഗർകോവിലുണ്ടാക്കി, നാഗരൂറുണ്ടാക്കി, നാഗപട്ടണം ഉണ്ടാക്കി പ്രസിദ്ധമായ കേന്ദ്രമായിരുന്നു. അവിടുന്നാണ് നാഗർ കംബോഡിയയിലേക്ക് പോയത്. ആ നാഗരുടെ സന്ധി പരമ്പരപ്പെട്ട രാജകുമാരിയാണ് ഗിണാട്യൻ എന്ന ബ്രാഹ്മണനെ വിവാഹം കഴിച്ച് കംബോഡിയയിൽ രാജവംശം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അങ്കോർ വാട്ട് ഉണ്ടായത്. ഈ നാഗരുടെ വംശ പരമ്പരയിലാണ് സംസ്കൃതത്തിൻ്റെ ഗ്രാമർ എഴുതിയ, അഷ്ടാധ്യായി എഴുതിയ പ്രസിദ്ധനായ ഗുരു, അദ്ദേഹം പണിനി, അദ്ദേഹം ഒരു നാഗരായിരുന്നു. പതഞ്ജലി യോഗസൂത്രം എഴുതിയ പതഞ്ജലി ഒരു നാഗരായിരുന്നു. മഹാനായ കാളിദാസൻ ഒരു നാഗരായിരുന്നു. ഇവിടെ നായന്മാർക്ക് അവരുടെ കസലുകളാണ് ഇവരൊക്കെ എന്നറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ചരിത്രം മനസ്സിലാക്കണം. കംബോഡിയ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ വിയറ്റ്നാമാണ്. വിയറ്റ്നാം ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു. 200 വർഷത്തിന് മുമ്പാണ് വിയറ്റ്കോങ് ഒന്നത് പിടിച്ചെടുക്കുന്നത്. അതിനു മുമ്പ് ആ രാജ്യത്തിൻ്റെ പേര് ചമ്പ എന്നായിരുന്നു. ഹിന്ദുമത രാജവംശമായിരുന്നു വിയറ്റ്നാം ഭരിച്ചിരുന്നത്. വിയറ്റ്നാം കഴിഞ്ഞ് നമ്മൾ കടലിലോട്ട് ഇറങ്ങിയാൽ പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേരിലാണ് പേരിട്ടിരിക്കുന്നത്. ആ ദ്വീപസമൂഹങ്ങളുടെ വടക്കാണ് ഈസ്റ്റർ ഐലൻഡ്. സൈന്ധവ നദീര സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഈ ലിഖിതം ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടിയ 2 സ്ഥലത്താണ്. ഒന്ന് തായ്ലൻഡിൽ നിന്ന്, ഒന്ന് ഈസ്റ്റർ ഐലൻഡിൽ നിന്ന്. അപ്പോൾ സൈന്ധവ നദീര സംസ്കാരം സിന്ധു നദീ തീരത്ത് മാത്രമല്ല, ഇവിടെ നിന്ന് വരുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി പസഫിക് സമുദ്രം വരെ ഉണ്ടായിരുന്നു എന്നാണ് ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ തെക്കറ്റത്തെത്തുമ്പം 27,000 ദ്വീപുകളുള്ള ഇന്തോനേഷ്യ ഇപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. പക്ഷെ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം, ബോറോബുദൂർ ക്ഷേത്രം. 1.5 കിലോമീറ്റർ നീളമാണ്. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റ് കൂടെ കയറിയാൽ 1.5 കിലോമീറ്റർ പോയെങ്കിലേ പുറത്ത് നടക്കാൻ പറ്റുള്ളൂ. ബോറോബുദൂർ ക്ഷേത്രം. ആ ക്ഷേത്രം അത്ഭുതമാണ്. ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപ് ഹിന്ദുമത ഭൂരിപക്ഷമാണ്, ബാലി ദ്വീപ്. 99% ഹിന്ദുക്കളാണ്. SK പൊറ്റക്കാട് ബാലദ്വീപിൽ പോയി നടന്ന് അദ്ദേഹം പറയുകയാണ്, നടന്ന് ഞാൻ കോഴിക്കോട്ടെ ചേവായിലെത്തിയോ എന്ന് സംശയിച്ചു പോയി. കാരണം ഒരു ബാലദ്വീപ് തന്നെ കണ്ടാൽ മലയാളിയെ പോലെ ഇരിക്കും. ബാലദ്വീപിലെ ക്ഷേത്രങ്ങളെല്ലാം പണിഞ്ഞത് കേരളത്തിൽ നിന്ന് പോയ വിശ്വകർമ്മജരാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ക്ഷേത്രവും നമ്മുടെ ക്ഷേത്രവും ഒരുപോലെ ഇരിക്കുന്നത്. ഇന്തോനേഷ്യ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോയാൽ ഒരു 4000 കിലോമീറ്റർ ചെല്ലുമ്പം നമ്മൾ എത്തിച്ചേരുന്നു ഫിജി ഒരു ഹിന്ദുമത ഭൂരിപക്ഷ രാജ്യമാണ്. 65% ഹിന്ദുക്കളാണ്. അവിടെ വളരെ പ്രസിദ്ധമായ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ താമസിക്കുന്ന ആളുകൾ കാളിയന്മാരെന്നാണ് സ്വയം വിളിക്കുന്നത്. യമുനാതിയുടെ തീരത്തുനിന്ന് ഭഗവാൻ കൃഷ്ണൻ അവരെ ഓടിച്ചു എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഭാഗവതം എടുത്ത് വായിക്കുമ്പോൾ ഭാഗവതത്തിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്നു, കാളിന്തി നദി വിഷലിപ്തമാക്കിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കാളിയൻ്റെ തലയിലോട്ട് എടുത്ത് ചവിട്ടി മെതിക്കാൻ തുടങ്ങി. അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 പേർ ഓടി വന്നു, ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. കാളിയന് 4 മക്കളുണ്ടായിരുന്നു. 4 മക്കൾ ഓടി വന്ന് പറഞ്ഞു, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ നിങ്ങളുടെ അച്ഛനെ ഒന്നും കൊല്ലത്തില്ല, പക്ഷെ നീ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല, കടൽ കടന്ന് രമണക ദ്വീപിൽ പോയി താമസിച്ചോളാം. അങ്ങനെ കാളിയനും കാളിയൻ്റെ ഭാര്യയും മക്കളെല്ലാം കൂടെ കടലിലിറങ്ങി രമണക ദ്വീപിൽ പോയി എന്നാണ്. ഫിജി പോകുമ്പോൾ അവിടുത്തെ ദ്വീപിൻ്റെ പേര് രമണക ദ്വീപ്. അവിടെ താമസിച്ച ആൾ പറഞ്ഞു, ഞങ്ങൾ കാളിയന്മാരാണ്. ഭഗവാൻ പറഞ്ഞു, കടലിൽ കയറി പൊക്കോളാം, 4000 യോജന പോകാൻ പറഞ്ഞു. ഇപ്പം 4000 കിലോമീറ്റർ അപ്പുറത്താണ് ഫിജി നിലനിൽക്കുന്നത്. ഭാഗവതം വായിച്ചിട്ട് നമ്മൾ ഫിജി ചെല്ലുമ്പോഴാണ് എന്തൊരു കോൺഫ്ലുവൻസ് ഓഫ് വാക്കുകളും ശബ്ദങ്ങളും ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഭാഗവതം നമ്മൾ വായിക്കുമ്പോൾ ഈ കാളിയനെ കൊണ്ട് മർദ്ദിക്കുന്നതിനൊക്കെ വളരെ രസകരമാണ്. പക്ഷെ വളരെ രസകരമായിട്ട് അത് എഴുതിയത് നമ്മുടെ പ്രസിദ്ധനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. ആ ചവിട്ടും മരിക്കുന്നതും കേട്ടാൽ തന്നെ യുദ്ധം നടക്കുമെന്ന് മനസ്സിലാവും. ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ രസകരമായ പദ്യം, അതദിക്ഷു വിദക്ഷു പദക്ഷു വിധ പ്രഭിതോദര വാരതി ദാന്തഭരെ ദുരകാധിപതി കതുപാർത്ത മശാന്ത ഋഷാന്തമാണ്. പദ്യം ചൊല്ലുമ്പോഴേ യുദ്ധം നടക്കുന്ന അറിയാൻ പറ്റും. 11,000 ശ്ലോകമുള്ള ഭാഗവതത്തെ
വെറും 1000 ശ്ലോകങ്ങളാണ് മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത്. ഉഗ്രൻ പുസ്തകമാണ്, മലയാളികളുടെ രചിച്ച ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം. അപ്പം ഹിന്ദുമതം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സനാതനം എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലായിക്കോണം. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മൗറികളുണ്ട്, അവരുടെ ഒരു പുണ്യക്ഷേത്രമുണ്ട്, അതിനകത്ത് ആരെയും കയറ്റുകയില്ല. പക്ഷേ ഒരു 1986 ഒരു വലിയ ഇടി മിന്നലേറ്റ് അതിൻ്റെ മേൽക്കൂർ തകർന്നു. റിപ്പയർ ചെയ്യാൻ വേണ്ടി ആളുകൾ അകത്ത് കയറി. അപ്പോൾ അവരുടെ പുണ്യമായി സൂക്ഷിക്കുന്ന ഒരു മണിയുണ്ട്. ആ മണിയെടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് പരമശിവൻ്റെ പേര് തമിഴ് ഭാഷയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. തമിഴ് ഭാഷയിൽ അവരുടെ രക്തം എടുത്ത് DNA ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഉള്ളാടന്മാരുടെയും തമിഴ്നാട്ടിലെ ഹിറ്റ്ലറുടെയും സെയിം DNA ആണ് ഓസ്ട്രേലിയയിലെ മൗറികൾക്ക്. ശൈവാരാധനയായിരുന്നു അവരുടെ പ്രധാന ആരാധന. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഹിന്ദുമതത്തെ പറ്റി പറയുമ്പോൾ, നമ്മുടെ ഈശ്വര സങ്കല്പത്തെ പറ്റി പറയുമ്പോൾ പലരും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയ ഒരു മതമെന്ന് പറഞ്ഞ് പറഞ്ഞളയും. അത് ശരിയല്ല. തുർക്കി തൊട്ട് ഇറാഖ് തൊട്ട് അങ്ങ് ഓസ്ട്രേലിയ തൊട്ട് ഇന്തോനേഷ്യ തൊട്ട് ഫിജി വരെ പരന്നു കിടന്ന 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന മഹത്തായ വിശ്വാസമാണ് ഹിന്ദുമതം. ആ ഹിന്ദുമതത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ അർത്ഥവും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഹിന്ദുമതത്തിലെ ആരാധനാലയങ്ങൾ മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ക്ഷേത്രം ഉണ്ടായതിൻ്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ഷേത്രം ആദ്യം വന്നത് കാവാണ്. കാവ് പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ ക്ഷേത്രമായി മാറുകയാണ്. കാവെന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഒരു വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ നമ്മൾ സങ്കല്പിച്ചു, എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചു. വനത്തിനോ വൃക്ഷത്തിനോ ഒരു കുഴപ്പം വരാതെയാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. ആ കാവ് പിന്നീട് കോവിലായി മാറി. ഈശ്വരനെ സങ്കല്പിക്കുന്ന ആ വിഗ്രഹത്തിന് വെയിൽ ഏക്കാതെ മൃഗങ്ങളൊന്നും കയറി ശല്യം ചെയ്യാതെ അതിന് മേൽക്കൂരയുണ്ടാക്കി ചുറ്റും ഒരു മതിലും പണിഞ്ഞു. അപ്പോൾ കാവ് കോവിലായി. കോവിൽ പിന്നീട് അമ്പലമായി. ഈശ്വരനെ ഒരു ഗൃഹസ്ഥാശ്രമയെ സങ്കല്പിക്കുകയും ഒരു വീട് പണിഞ്ഞ് അതിൻ്റെ ഗർഭഗൃഹത്തിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വീടായതുകൊണ്ട് അതിന് മേൽക്കൂരയുണ്ട്. പിന്നെ അതിന് ചുറ്റും ഒരു മതിൽ പണിഞ്ഞു. വസ്തുവിന് ചുറ്റും ആളുകൾ കയ്യേറാതിരിക്കുമ്പോൾ ഒരു മതിൽ പണിഞ്ഞു. അപ്പോൾ കോവിൽ അമ്പലമായി മാറി. എന്നാൽ ഒരു 1500 വർഷത്തിന് മുമ്പ് ഈ അമ്പലം ക്ഷേത്രമായി മാറുകയാണ്. ക്ഷേത്രമായി മാറുമ്പോൾ അതിന് 9 ഘടകങ്ങൾ വേണം. 9 ഘടകങ്ങൾ. ക്ഷേത്രത്തിനൊരു ഗർഭഗൃഹം വേണം, ക്ഷേത്രത്തിനൊരു ബലിത്തറ വേണം, ക്ഷേത്രത്തിനൊരു ഗോപുരം വേണം, ക്ഷേത്രത്തിനൊരു കൊടിമരം വേണം, ക്ഷേത്രത്തിനൊരു കൊടി വേണം, ക്ഷേത്രത്തിന് ഒരു പ്രധാന പ്രതിഷ്ഠ വേണം, പിന്നെ 5, 7, 9 ഉപദേവതന്മാരെ പ്രതിഷ്ഠിക്കാം. ഇങ്ങനെ 9 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ക്ഷേത്രം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ കാവെങ്ങനെ കോവിലായി, കോവിലെങ്ങനെ അമ്പലമായി, അമ്പലം എങ്ങനെ ക്ഷേത്രമായി. നമ്മൾ ആരാധിക്കാൻ പോകുന്ന ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ലെവലായിരിക്കും. ഒന്നിൽ അത് കാവായിരിക്കും, അല്ലെങ്കിൽ കോവിലായിരിക്കും, അല്ലെങ്കിൽ അമ്പലമായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്രമായിരിക്കും. ഓരോന്നിലും ചിലപ്പോൾ അത് ക്ഷേത്രമാവുമ്പോഴും ഒറിജിനൽ കാവ് അതിൻ്റെ സൈഡിൽ കാണും. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ക്ഷേത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ആ ക്ഷേത്ര സൃഷ്ടിയിലെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. 1700 ആണ്ടിനടുത്ത് ഏതാണ്ട് 950 years ബാക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിയുന്നത്. ആ ക്ഷേത്രത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത 24 പ്രത്യേകതകളുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വിഷുവിൻ്റെ രാവിലെ മേൽക്കൂരയിൽ നിന്ന് ഒരു സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിൻ്റെ തള്ളവെള്ളിൽ മുട്ടി നിൽക്കും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമി വന്നിക്കുന്നു എന്ന് സങ്കല്പം. പകൽ നോക്കിയാൽ ദ്വാരം കാണാൻ പറ്റുമോ? ഇല്ല. മഴ പെയ്താൽ അതിനകത്ത് വെള്ളം താപ്പോട്ട് വരുമോ? ഇല്ല. പക്ഷേ ഒരു 950 വർഷത്തിന് മുമ്പ് അത് പണിഞ്ഞ തന്ത്രിക്കും, അത് പണിഞ്ഞ ശില്പിക്കും, അത് പണിഞ്ഞ രാജാവിന് അറിയായിരുന്നു വിഷുവിൻ്റെ അന്ന് രാവിലെ സൂര്യരശ്മി ഏത് ആംഗിളിൽ വരും. ആ കറക്റ്റ് സൂര്യരശ്മിയൊക്കെ ആ ദ്വാരം പണിഞ്ഞോടാണ് ഈ രശ്മി വന്നിട്ട് പത്മനാഭസ്വാമിയുടെ കാലിൻ്റെ വലത്തെ തലവെള്ളിൽ മുട്ടി നിൽക്കുന്നത്. അത് ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടി BBC-യും വോയിസ് ഓഫ് അമേരിക്കയും CNN ഒക്കെ വരും. പക്ഷേ ഹിന്ദുക്കൾക്ക് മാത്രം അവിടെ കയറാൻ പറ്റും. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? RSS ഓഫീസ് ചെന്നിട്ട് ശുദ്ധി കലശം ചെയ്ത് ഹിന്ദു ആവും, അകത്ത് കയറി ഫോട്ടോ എടുത്ത് ലോകം മുഴുവൻ കൊടുക്കും. തിരിച്ചവൻ അമേരിക്ക ചെന്ന് വീണ്ടും ക്രിസ്ത്യാനി ആയേക്കും, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹിന്ദുമതത്തിൽ ചേരും ലോകമെങ്ങുമുള്ള ഫോട്ടോഗ്രാഫേഴ്സ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയുടെ ഭാരം 365 തൂണിലാണ് വെച്ചിരിക്കുന്നത്. ഒരു സൗരവർഷം 365 ദിവസമാണെന്ന് സായിപ്പിനെന്ന് മനസ്സിലായി 1584 ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തത് മനസ്സിലായി.
അതിനും 500 വർഷത്തിന് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞ രാജാവിനും ശില്പിക്കും തന്ത്രിക്കും അറിയായിരുന്നു ഒരു സൗരവർഷം 365 ദിവസമാണ്. ജനുവരി 1 സൂര്യൻ നിൽക്കുന്ന ഒരു തൂൺ, ജനുവരി 2 നിൽക്കുന്ന 2ാമത്തെ തൂൺ, ജനുവരി 3 അവിടെ സൂര്യൻ നിൽക്കുന്ന 3ാമത്തെ തൂൺ, അങ്ങനെ 365 തൂണ് കഴിഞ്ഞാൽ അടുത്തത് തൂണിൻ്റെ 4 ഹൈറ്റുള്ളൊരു തൂണാണ്. അത് ഈ ലീപ്പ് ഇയർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 365 തൂണിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയുടെ ഭാരം നിൽക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ഗോപുരമുണ്ട്, 9 നിലയാണ്. അതിൽ 7 നിലകളിൽ അതിൻ്റെ മധ്യത്തിൽ ചതുര ഷേപ്പിലൊരു ദ്വാരമാണ്. ജൂൺ 21 ഡിസംബർ 22 രാവിലെ സൂര്യൻ വന്ന് ആദ്യത്തെ 6:30 7:30 9 മണിയാകുമ്പോൾ രണ്ടാമത്, അങ്ങനെ 7 ചതുരങ്ങളും സൂര്യഭഗവാൻ നിറഞ്ഞ ശേഷം ഉച്ചയ്ക്ക് 3 മണിയാകുമ്പം സൂര്യൻ അങ്ങ് പോകും. 900 വർഷത്തിന് മുമ്പ് ജൂൺ 21 ഡിസംബർ 22 സൂര്യരശ്മി വരുന്ന ആംഗിൾ കറക്റ്റ് കണക്കാക്കിയിട്ടാണ് ഗോപുരം പണിഞ്ഞിരിക്കുന്നത്. എന്തൊരു അസ്റ്റോണിഷിംഗ് ആയ ഒരു ആർക്കിടെക്ചർ ശൈലിയാണെന്ന് മനസ്സിലാക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തൻ കയറിയാൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യണം. പക്ഷേ പുരുഷന്മാർ വലത്തെ ചെവി തറയെ മുട്ടിക്കണം, സ്ത്രീകൾ ഇടത്തെ ചെവി തറയെ മുട്ടിക്കണം. മുട്ടിച്ചാൽ 5.5 കിലോമീറ്റർ അപ്പുറത്ത് പത്മനാഭസ്വാമി ആറാട്ടിന് കൊണ്ടുപോകുന്ന ആ കടലിലെ തിരയടിക്കുന്ന ശബ്ദം ഭക്തൻ്റെ ചെവി കേട്ട്. ഇപ്പം പോലും സായിപ്പിന് 1 കിലോമീറ്റർ കൂടുതൽ ഭൂമിക്കടിക്കൊരു ശബ്ദം കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റിയില്ല. പക്ഷേ 900 years ബാക്ക് 5.5 കിലോമീറ്റർ അപ്പുറത്ത് ശംഖുമുഖത്ത് കടൽ തിരമാല അടിക്കുന്ന ശബ്ദം ഭക്തൻ്റെ ചെവിയിലൂടെ കിട്ടും. അതാണ് അതിൻ്റെ അസാധാരണമായ ശാസ്ത്രം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.